ഞാൻ പറയട്ടെ, ഇതേ കണക്കോലെ ഈ ആഗോള ഇതിന്റെ ഭാഗമാണ്, റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്നൊക്കെ കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ വർഷങ്ങൾ, ഏതാണ്ട് 10 വർഷത്തോളം ഞാൻ യുഎഇയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഓൾമോസ്റ്റ് GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മലേഷ്യയിൽ ഓൾമോസ്റ്റ് 90% മുസ്ലിം സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നവരാണ്. അവർ വർക്കിന് പോകുന്നുണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ കണക്കല്ല അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ഓരോ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ഇസ്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിണ്ടായിരിക്കും ആരിഫ് ഹുസൈൻ. ഞാൻ പറയട്ടെ, സംസാരിക്കുന്ന ആളല്ലേ ഇയാള്. ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോളക്കാരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ. താങ്കൾക്ക് പറയാൻ അത് ഇസ്ലാം ജനിച്ചു പോയെന്ന് പറഞ്ഞ് താങ്കൾക്ക് അതിന് റൈറ്റ് ഇല്ല. താങ്കൾ അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ നിങ്ങൾ പറയുന്നത് എന്താണ്? ആരിഫ് ഹുസൈനെ താങ്കൾ ഞാൻ പറയാൻ അനുവദിക്കും എങ്കിൽ താങ്കൾ ഇവിടെ സംസാരിക്കും. താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞാൽ പറയേണ്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി കന്യാസ്ത്രീകളെ അവഹേളിച്ചു എന്ന ഒരു നിലപാടിലേക്ക് സഭകൾ പോവുകയാണ്. അതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത്. അതിനുള്ള മറുപടി പറയൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് മഞ്ജുഷ്. ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിരന്തരമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട്. ഇത് ക്രിസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്. സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ക്രിസംഗികളാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയുന്ന അവസരം കൂടെ നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ബി ജയരാജ്, അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അത് SDPI ആയാലും ശരി, ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. ആരെയും വേറൊരു തട്ടിലും കാണുന്നില്ല. അതല്ല പറയുന്ന സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ല. ഹിജാബ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ്. മാത്രമല്ല ഇവിടെ അതിന്റെ കൃത്യമായ ഇസ്ലാമിക മാനമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത് ജയരാജ്. ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഹിജാബിന്റെ സംഗതി വന്നപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് തിരിച്ചാ സംഭവിച്ചെന്ന് വിചാരിക്കാം. തിരിച്ചാണ് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഇവിടെ ആദ്യമായിട്ട് കാവ്യ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ പറയാം? ജയരാജ് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ജയരാജ് സമ്മതിക്കുന്നില്ല. ജയരാജ് പറയട്ടെ, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ. മഞ്ജുഷ ഇയാൾ സമ്മതിക്കുന്നില്ല. തൊട്ട് ഇയാൾ കയറി ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ ആദ്യം ആ മര്യാദ കാണിക്കൂ. ഇവിടെ ഇരുന്നിട്ട് പാർലമെന്ററി എന്തോ സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾ സ്വയം പാലിക്കല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. ശരി, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ. പള്ളിയിൽ ഇയാളെ കയറ്റത്തില്ലല്ലോ, അത് വേറെ വിഷയം. പിന്നെ പള്ളിയിൽ വേണേലും കയറാലോ, വേറൊരു വിഷയം. അതവിടെ പള്ളിയിലാണല്ലോ, മസ്ജിദിലാണല്ലോ നിങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പല രാജ്യങ്ങളിൽ ഓക്കെ, അങ്ങനെങ്കിൽ അങ്ങനെ ഞാൻ അംഗീകരിച്ചു. ഞാൻ ക്രിസ്തു മതത്തിന്റെ പള്ളികളിലും പോകാറുണ്ട്, ചർച്ചകളിലും പോകാറുണ്ട്, മോസ്കുകളിലും പോകാറുണ്ട്, ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അത് വേറെ വിഷയം. അത് എന്റെ ടോളറൻസ്. അതുപോലെ താങ്കളുടെ പോലെ ഇൻടോളറന്റ് ആയിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതി അത് നമുക്കറിയാം. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. ജയരാജ് പറയട്ടെ. സമയം കൊടുക്കൂ ആരിഫ്. ജയരാജ് സമയം കൊടുക്കൂ. ജയരാജ് പറയട്ടെ. ഞാൻ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ കണക്കോലെ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അവിടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസം ഒന്നുമില്ല. ഈ ഫണ്ടമെന്റലിസം, ഈ പ്രപ്പോസ്ഡ് ഫണ്ടമെന്റലിസം ഇസ്ലാമോഫോബിയ വരുത്താൻ വേണ്ടിയിട്ട് കുറെ അധികം ആളുകൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചുവടുപിടിച്ച് ഇവിടെ മതരാഷ്ട്രീയവാദികളായിട്ടുള്ള മതോദികൾ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല. അതിനെയൊക്കെ വേരോടെ പിഴുതുകളയും. ആരാണെങ്കിലും ശരി തന്നെ, അത് ക്രിസംഗി രൂപത്തിലാണെങ്കിലും ശരി തന്നെ, SDPIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ,
PFIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ. ഇനി ആട്ടും തോന്നലാണ് ഞാൻ ചെന്നായിട്ടുള്ള ആരിഫ് ഹുസൈന്റെ രൂപത്തിലാണെങ്കിലും കള്ള നാണയങ്ങളെല്ലാം തെളിഞ്ഞു വരും. അവരുടെ എല്ലാം ചെമ്പ് തെളിയുകയും പ്രബുദ്ധരായ കേരള ജനത ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ സംഭവത്തിൽ നിന്ന് മുതലെടുക്കാൻ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ ആളുകളെയും ഇതിനകത്ത് എത്രമാത്രം അവർ ഈ ടോളറൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ, ആ പ്രിൻസിപ്പളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ. എല്ലാ കുട്ടികളോടും ഒരുപോലെ സംസാരിക്കേണ്ട, ഒരുപോലെ ഇടപെടേണ്ടുന്ന ഉത്തരവാദിത്വത്തിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അവര് കോളേജിൽ പോയപ്പോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ പോയിക്കൊണ്ടിരുന്നത്? അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കുട്ടി ഒരു ശിരവസ്ത്രം ധരിച്ചു വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ എന്ത് മൂല്യമാണ് നശിക്കുന്നത്? ഈവൻ ഈ സർക്കാർ ഒരു യൂണിഫൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കോലെ ഈ എന്താണ് വസ്ത്രം ധരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതൊന്നും അടിച്ചേൽപ്പിക്കുകയല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കെടുക്കാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ എന്തെല്ലാം ചർച്ചകളാണ് ഇവിടെ നടന്നത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടത്താൻ പറ്റില്ല, സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്, സർക്കാർ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞ ഇക്കൂട്ടർ തന്നെയാണ് ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എടുത്തിട്ട് ഇത്ര വലിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത്, വർഗീയ സ്പർദ്ധ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യ കേരളീയ സമൂഹം തിരിച്ചറിയുന്നതിനെയും അതിനകത്ത് യാതൊരു സംശയമില്ല.